വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ASMന്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു അല്ലേ? എല്ലാവരും നല്ല രീതിയിൽ എഴുതിയോ? പിന്നെ അതുപോലെ നമ്മളുടെ സ്റ്റഡി പ്ലാൻ യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നിയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അതുകൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ASMന്റെ സെക്കൻഡ് ഫേസ് എക്സാം ഓഗസ്റ്റ് 9 കഴിയും. അതിനുശേഷം നമുക്ക് ടെലഗ്രാം ചാനലിൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന SCERT ലെസൺസ്, ഇപ്പോൾ ഫിസിക്സ് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കവർ ചെയ്ത് വരുന്ന പോർഷൻസിൻ്റെ റിവിഷൻ നമ്മൾ ചെയ്യണമല്ലോ, പഠിച്ച് പോയിട്ട് കാര്യമില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ റിവിഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആ റിവിഷൻ ആരംഭിക്കുന്നത് ടെലഗ്രാം ചാനലിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ലിങ്ക് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ടെലഗ്രാം ചാനലിൽ പോയിട്ട് എക്സാം വോയേജ് എന്ന ക്യാപ്സിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? പറഞ്ഞതുപോലെ നമ്മൾ ടോപ്പിക്കായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള ചലനമാണ്. ചലനവുമായി ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് SCERT ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 5 to 10 വരെയുള്ള ക്ലാസ്സുകളിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചലന നിയമങ്ങൾ എന്നുള്ളത്. ഇത് ന്യൂ SCERTയിലെ ചാപ്റ്ററാണ്. ന്യൂ SCERTയിൽ സ്റ്റാൻഡേർഡ് 9ലാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് 9ലെ ക്ലാസ്സാണിത്. ചാപ്റ്റർ നമ്പർ 3 ആണ് ചലന നിയമങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾഡ് SCERTയിൽ ചാപ്റ്റർ 3 പഠിച്ചു, ചലനവും ചലന നിയമങ്ങളും. ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. എങ്കിലും ഈ ചലന നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ നമുക്കുള്ളത് കൊണ്ട് അതെടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്ററും കൂടി നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആ ഒരു ചാപ്റ്റർ കണ്ടവർ, ചലനവും ചലന നിയമങ്ങളും എന്ന ഓൾഡ് SCERT ലെസൺ കണ്ടവർക്ക് ഇതൊരു റിവിഷൻ ആയിരിക്കും. ആ ലെസൺ കണ്ടിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. കാരണം അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കില്ല. എങ്കിലും എല്ലാ ഭാഗങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ചലന നിയമങ്ങൾ. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ചിത്രത്തിൽ എന്താണ്, 2 ടീമുകൾ തമ്മിലുള്ള വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൽ F1 എന്നും F2 എന്നും ഫോഴ്സുകൾ അവർ അപ്ലൈ ചെയ്യുകയാണ്. ഇതിൽ നോക്കാം നമുക്ക്. ഇവിടെ ഇരു ടീമുകളും പ്രയോഗിച്ച ബലം തുല്യമാണോ? ഏത് ടീമാണ് കൂടുതൽ ബലം പ്രയോഗിച്ചത്? കൂടുതലായി അനുഭവപ്പെട്ട ബലമല്ലേ ചലനം ഉണ്ടാക്കിയത്? അതായത് F1 എന്നത് ബലങ്ങളിൽ F1 വിജയിച്ച ടീമിൻ്റെ വശത്തേക്ക്, വിജയിച്ച ടീം ഏതായിരുന്നു? ഈ പെൺകുട്ടികളുടെ ടീമാണ് വിജയിച്ചിട്ടുള്ളത് അല്ലേ? പെൺകുട്ടികളുടെ ടീം വിജയിച്ചു. ആൺകുട്ടികൾ മുന്നോട്ട് വരികയാണ് ചെയ്തത് അല്ലേ? ഈ ഒരു ലൈൻ്റെ അടുത്തേക്ക് വന്നു, അവർ മുന്നോട്ട് വന്നു. അപ്പോൾ പെൺകുട്ടികൾ പ്രയോഗിച്ച ഫോഴ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരാണ് അതിൽ വിജയിച്ചിട്ടുള്ളത് ആണല്ലോ. ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തിനെയാണ് സഫല ബലം അഥവാ പരിണത ബലം അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വസ്തുവിൽ ഒന്നിലധികം ബലങ്ങൾ ഒരേ സമയത്ത് പ്രയോഗിക്കുമ്പോൾ ഈ ബലങ്ങൾ വസ്തുവിൽ ഉളവാക്കുന്ന ആകെ ബലത്തെയാണ് സഫല ബലം എന്ന് പറയുന്നത്. ഈ സഫല ബലം എങ്ങനെയാണെന്ന് നോക്കിയേ. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിലേക്ക് നമുക്കൊരു ഡയറക്ഷൻ ഒന്ന് വരയ്ക്കാം. നോക്കൂ, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഒരു വസ്തുവിൽ കിഴക്ക് ദിശയിൽ 100 ന്യൂട്ടൺ ബലവും, അപ്പോൾ ഇവിടെ കിഴക്ക് ദിശയിലാണ്, കിഴക്ക് ദിശയിലേക്ക് 100 ന്യൂട്ടൺ ബലം, 100 ന്യൂട്ടൺ ബലവും അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവും പ്രയോഗിക്കുകയാണ്. പടിഞ്ഞാറ് ദിശയിൽ, അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡിറക്ഷനാണ് അല്ലേ? പടിഞ്ഞാറ് ദിശയിൽ 150 ന്യൂട്ടൺ ബലവുമാണ് പ്രയോഗിച്ചത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, കിഴക്ക് ദിശയിലേക്ക് കൊടുത്തിട്ടുള്ള ബലം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കിഴക്ക് ദിശയിലേക്ക് കൊടുത്തിട്ടുള്ള ബലം പോസിറ്റീവായി പരിഗണിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ബലം എന്താണ്? നെഗറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 2 ന്യൂട്ടനും കൂടി, എത്ര ന്യൂട്ടൺ വീതം വന്നു? 150 ന്യൂട്ടനും 100 ന്യൂട്ടനും തമ്മിൽ പ്ലസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 150 ന്യൂട്ടൻ്റെ ചലന ദിശ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? മൈനസ് സിമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് തമ്മിൽ സോൾവ് ചെയ്ത് വരുമ്പം റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് -50 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഈ കിഴക്കോട്ടുള്ള ബലമാണ് ഇവിടെ പോസിറ്റീവായി നമ്മൾ എടുത്തത്. അതുകൊണ്ട് തന്നെ പരിണിത ബലം 50 ന്യൂട്ടൺ പടിഞ്ഞാറോട്ടാണ്. അതായത് റിസൾട്ട് ഉണ്ടാവുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വലിയ ബോക്സ് വരയ്ക്കുകയാണ്. നിത്യജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. ഓക്കെ, ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരു കുട്ടി ഈ ബോക്സിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഉന്തുകയാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഉന്തുന്നു. 200 ന്യൂട്ടനാണ് ആ ഒരു കുട്ടി അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. മറ്റൊരു കുട്ടി റൈറ്റിൽ നിന്ന് ഈ സെയിം ബോക്സിനെ ലെഫ്റ്റിലേക്ക് ഉന്തുന്നു. അവിടെ ആ കുട്ടി ഒരു 400 ന്യൂട്ടനും കൊടുത്തു. 400 ന്യൂട്ടൺ ഫോഴ്സിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ബോക്സ് സ്വാഭാവികമായിട്ടും ഏത് സൈഡിലേക്കാണ് മൂവ് ചെയ്യുക? റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കല്ലേ മൂവ് ചെയ്യുക? അതായത് നമ്മൾ നിത്യജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞത്. കൂടുതൽ ബലം പ്രയോഗിക്കുന്നത് ഏത് ഭാഗത്തേക്കാണോ അങ്ങോട്ടാണ് മൂവ് ചെയ്യുക ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200 ന്യൂട്ടൺ ആണ് അല്ലേ? 200 ന്യൂട്ടൺ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്? ഓക്കെ, അത് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടി ഇതാണ് മറ്റൊരു എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് പറഞ്ഞു തന്നത്. ഇനി നമുക്ക് സന്തുലിത ബലം എന്താണ്, അസന്തുലിത ബലം എന്താണ് എന്നുള്ളത് നോക്കാം. സന്തുലിത ബലം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ സന്തുലിത ബലങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടേബിൾ ഉന്തുന്ന കേസിൽ ഒന്നുകൂടി മനസ്സിലാവാനാണ് വീണ്ടും ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, ഈ ഒരു ടേബിൾ ഉന്തുന്ന ഈ ഒരു സെക്കൻഡ് കേസിൽ 2 കുട്ടികൾ ഒരു സൈഡിൽ നിന്ന് 150 ന്യൂട്ടൺ പ്രയോഗിച്ച് ഒരു ടേബിൾ തള്ളുന്നു. മറ്റ് 2 കുട്ടികൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 150 ന്യൂട്ടൺ പ്രയോഗിച്ച് ഈ ഒരു ടേബിൾ തള്ളുന്നു. ഈ ടേബിളിന് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല. ഇതിൻ്റെ പരിണിത റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ വസ്തു സന്തുലിതമായിട്ട് അല്ലെ ആ വസ്തു അനങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോഴ്സിനെ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം, സന്തുലിത ബലം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനോ അതുപോലെ വേഗത്തിനോ ദിശയ്ക്കോ ഒന്നും മാറ്റം വരുത്താനോ ഒന്നും സാധിക്കില്ല. സന്തുലിത ബലത്തിന് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനോ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കാനോ ഇനി അതല്ല വേഗത്തിനോ അല്ലെങ്കിൽ ദിശയ്ക്കോ ഒന്നും മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. സന്തുലിത ബലത്തിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സാധിക്കില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സാധ്യമാവുന്നത് അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോഴാണ്, ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രയോഗിക്കുമ്പോഴാണ്. എങ്ങനെയാണ് ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലങ്ങളെ അസന്തുലിത ബലങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇവിടെ ഒരു ബോക്സിൻ്റെ കേസ് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അപ്പോൾ ഈ ഒരു കേസിൽ 2 ഡയറക്ഷനിലും വ്യത്യസ്തമായിട്ടുള്ള ഫോഴ്സുകളാണ് അപ്ലൈ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തത് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? അസന്തുലിത ബലമാണ് അപ്ലൈ ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞത്. ആ വസ്തുവിന് ഒരു മൂവ്മെന്റ് വന്നു ആണല്ലോ. അപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണത ബലം 0 എങ്കിൽ പ്രയോഗിക്കപ്പെട്ട ബലത്തെ അസന്തുലിത ബലം എന്ന് നമുക്ക് വിളിക്കാം. ഇത്തരം ബലങ്ങൾക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനും ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നിശ്ചലമാക്കുവാനും അതുപോലെ ചലനദിശയ്ക്കും വേഗത്തിനും ഒക്കെ മാറ്റം വരുത്തുവാനും സാധിക്കും. ഇനി മറ്റൊരു പോയിന്റ് ഇതാണ്, ഒരു വസ്തുവിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ചാൽ ആ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ ചലനദിശയ്ക്കോ വേഗത്തിനോ മാറ്റം വരുത്തുവാനോ അതിനുള്ള പ്രവണത ഉളവാക്കുവാനോ സാധിക്കും. ഈ മാറ്റം അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. അസന്തുലിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും ആ ഒരു മാറ്റം സംഭവിക്കുക. ഇവിടെ നോക്കൂ, ഈ ഒരു എക്സാമ്പിളിൽ ഏതാണ് അസന്തുലിത ബലം? ഇവിടെ 200 ന്യൂട്ടൺ ആണ്, ഇവിടെ 400 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഫോഴ്സ് കൂടുതലുള്ളത് എവിടെയാണ്? 400 ന്യൂട്ടൺ ഉള്ള സ്ഥലത്താണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഈ ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ചലനം ഉളവായത് എവിടെയാണ്? അസന്തുലിത ബാഹ്യബലം പ്രയോഗിച്ച ഡയറക്ഷനിലാണ് ഈ ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരു വാഹനത്തെ അതിനകത്ത് നിന്ന് തള്ളിയാൽ വാഹനം ചലിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സെയിം പിക്ചർ നമ്മൾ കഴിഞ്ഞ SCERT ലെസണിൽ, ഓൾഡ് SCERTയിൽ നമ്മൾ പറഞ്ഞു അല്ലേ? അവിടെ നമ്മൾ പറഞ്ഞതാണ് ആന്തരിക ബലങ്ങൾക്ക് അത് അസന്തുലിതമാണെങ്കിൽ പോലും വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. വസ്തു ചലിക്കണമെന്നുണ്ടെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു അസന്തുലിത ബലമാണ് പ്രയോഗിക്കേണ്ടത്. അപ്പം ആന്തരിക ബലങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സന്തുലിത ബലങ്ങളാണ്. ആന്തരിക ബലങ്ങൾ എപ്പോഴും സന്തുലിതമായിരിക്കും. എല്ലാ ആന്തരിക ബലങ്ങളും സന്തുലിത ബലങ്ങളാണ്. അതിനാലാണ് ആന്തരിക ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റമുണ്ടാവാത്തത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിവിടെ ഫ്ലോ ചാർട്ട് വന്നിട്ടുണ്ട്. ബലത്തെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ബാഹ്യബലമെന്നും ആന്തരിക ബലമെന്നും. ഇനി ബാഹ്യബലത്തിൽ തന്നെ എന്തുണ്ട്? സന്തുലിത ബാഹ്യബലവുമുണ്ട്, അസന്തുലിത ബാഹ്യബലവുമുണ്ട്. അസന്തുലിത ബാഹ്യബലവുമുണ്ട്.
ഓക്കെ, അസന്തുലിത ബാഹ്യബലത്തിന് വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റമുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എന്താണ്, ഇവിടെ അങ്ങനെ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റമുണ്ടാക്കാൻ സന്തുലിത ബാഹ്യബലത്തിന് സാധിക്കില്ല. ഇനി ബലത്തിലെ രണ്ടായി ക്ലാസിഫൈ ചെയ്തതിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ആന്തരിക ബലമാണ്. ആന്തരിക ബലം എന്ന് പറയുന്നത് എന്താണ്? സന്തുലിത ബലമാണ്. ആന്തരിക ബലങ്ങൾക്കും വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റമുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ക്ലിയർ ആയല്ലോ ഇത്രയും ഭാഗം? ഇനി അടുത്തത് ഗലീലിയോയുടെ പരീക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഗലീലിയോയെ കുറിച്ചൊരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സ് ഒന്ന് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഗലീലിയോയെ കുറിച്ച് ഓൾഡ് SCERT പഠിച്ചപ്പോൾ വലിയൊരു ബോക്സിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഇവിടെ ഇല്ല, എങ്കിലും നമുക്കൊന്ന് വായിക്കാം. ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകം ഓർക്കുന്നുണ്ടല്ലോ? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ശാസ്ത്ര പുസ്തകമാണ് ദ ലിറ്റിൽ ബാലൻസ്. PYQ ആണ്. ഓക്കെ, ഈ ഒരു പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസ് രീതി അദ്ദേഹം എഴുതി. തൻ്റെ സ്വന്തം ദൂരദർശിനിയിലൂടെ ശനിയെയും ശുക്രനെയും നിരീക്ഷിച്ച് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. അദ്ദേഹം വാദിച്ചു. അതുപോലെ ചരിവ് തലങ്ങൾ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന് ജഡത്വത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകാനായിട്ട് സാധിച്ചു. അപ്പം ജഡത്വത്തെക്കുറിച്ച് അദ്ദേഹം കുറേ സൂചനകൾ നൽകിയിട്ടുണ്ടെന്നും അതുപോലെ ശനിയെയും വ്യാഴത്തെയും അദ്ദേഹത്തിൻ്റെ ദൂരദർശിനിയിലൂടെ നിരീക്ഷിച്ചു. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്നതായി വാദിച്ചു. ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകത്തിൽ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്തുന്നതിനുള്ള ആർക്കിമിഡീസിന്റെ രീതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. ഇനി മറ്റ് 2-3 പുസ്തകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഏതൊക്കെയാണ്? സ്റ്റാറി മെസ്സഞ്ചർ അല്ലെ? സ്റ്റാറി മെസ്സഞ്ചർ ആകാശ നിരീക്ഷണങ്ങളെ കുറിച്ചുള്ള ഗ്രന്ഥമായിരുന്നു സ്റ്റാറി മെസ്സഞ്ചർ. അതുപോലെ സൂര്യകളങ്കങ്ങളെക്കുറിച്ച് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഏതാണ്? ഡിസ്കോസ് ഓൺ ഫ്ലോട്ടിംഗ് ബോഡീസും ലെറ്റേഴ്സ് ഓൺ സൺസ്പോട്ട്സ് അല്ലേ? ഈ ഡീറ്റെയിൽസ് ഒക്കെ 9th സ്റ്റാൻഡേർഡ് ഓൾഡ് SCERT ഉണ്ട്. അപ്പോൾ അത് കിട്ടാത്തവരെ ഒന്നും കൂടി നോക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ ഒരു SCERT ലെസൺ എടുത്ത് വെച്ച് നോക്കാം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഇവിടെ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിർത്തുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. എന്താണ് പോയിന്റ്? ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ബോള് ഇങ്ങനെ ഉരുണ്ട് വരികയാണ്. ഈ ഒരു ബോള് ഉരുണ്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബോളിനെ ഇത് മുന്നോട്ട് പോകാനാണ് അതിൻ്റെ പ്രവണത. ഇതിനെ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ഒരു ബോള് വരുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫോഴ്സ്, ഒരു അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ ഒരു ബോളിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ചലിക്കുന്ന ഒരു വസ്തുവിനെ നിശ്ചലമാക്കാൻ ചലനത്തിൻ്റെ എതിർദിശയിൽ അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഒരു വസ്തുവിന് സമവേഗത്തിലുള്ള നേർരേഖാ ചലനം നിലനിന്ന് പോകുന്നതിന് ഒരു അസന്തുലിത ബാഹ്യബലം ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്നതിന് അസന്തുലിത ബാഹ്യബലം ആവശ്യമാണ്. ക്ലിയർ ആയോ? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തണമെങ്കിൽ അതിന്മേൽ ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കണം. ഇനി ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമമാണ്. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമത്തെക്കുറിച്ച് ASMന്റെ ഫസ്റ്റ് ഫേസിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു അല്ലേ? അപ്പോൾ ഇത് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഗലീലിയോയുടെ നിരീക്ഷണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചതെന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ ഒന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് എന്താണ്? ബലത്തിന് വ്യക്തമായ നിർവചനം കൊടുത്ത നിയമമാണ്. ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ചലന നിയമം നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരും. ഇതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം. അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഓരോ വസ്തുവും നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലുള്ള സമചലനത്തിലോ തുടരുമെന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമം. ചോദ്യം ഇങ്ങനെയും വരാം. ബലത്തിന് വ്യക്തമായ നിർവചനം കൊടുത്ത ന്യൂട്ടൻ്റെ ചലന നിയമം ഏത്? ഒന്നാമത്തെ ചലന നിയമമാണ്. അപ്പോൾ എന്താണ് ബലം എന്നാണ് നിർവചിച്ചിരിക്കുന്നത്? ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനോ
അതിനുള്ള പ്രവണത ഉളവാക്കാനോ വേണ്ടി ആ വസ്തുവിൽ പ്രയോഗിക്കേണ്ടത് എന്താണോ അതിനെയാണ് ബലം എന്ന് നിർവചിച്ചിരിക്കുന്നത്, ഫോഴ്സ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനോ അതിനുള്ള പ്രവണത ഉളവാക്കാൻ വേണ്ടിയിട്ടോ ആ വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താണോ അതിനെയാണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടനോടുള്ള ആദരസൂചകമായിട്ടാണ് ബലത്തിന് ന്യൂട്ടൺ എന്ന യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇംഗ്ലീഷ് തത്വചിന്തകനും ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു സർ ഐസക് ന്യൂട്ടൻ. പ്രധാന സംഭാവനകൾ എന്തൊക്കെയാണ്? ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് തെളിയിച്ചു. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ന്യൂട്ടൻ തെളിയിച്ചു. രണ്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ ഗുരുത്വാകർഷണം, ചലന നിയമങ്ങൾ എന്നിവ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. എന്തിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്? ഗുരുത്വാകർഷണം, ഗ്രാവിറ്റേഷനെ കുറിച്ചും അതുപോലെ ലോസ് ഓഫ് മോഷനെ കുറിച്ചും ചലന നിയമങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിരിക്കുന്ന ന്യൂട്ടന്റെ പുസ്തകം ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അടുത്ത പോയിന്റ് നോക്കാം. ഈ ഗ്രന്ഥം ഇന്നും ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അപ്പോൾ ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം അല്ലെങ്കിൽ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ഗ്രന്ഥം ഏതാണ്? പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അടുത്ത പോയിന്റ്, പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തവും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തവും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഐസക് ന്യൂട്ടൻ. കാൽക്കുലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ് ആദ്യമായി റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചു. നാലാമത്തെ പോയിന്റ്. ഓക്കെ, ന്യൂട്ടനെ കുറിച്ച് 4 പോയിന്റ്സ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഭൂമിയിൽ കാണുന്ന വസ്തുക്കളുടെ ചലനവും ആകാശഗോളങ്ങളുടെ ചലനവും ഒരേ പ്രകൃതി നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്തിനെക്കുറിച്ചൊക്കെയാണ്? ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ചലന നിയമത്തെക്കുറിച്ചും കൂടുതൽ വിശദീകരിക്കുന്ന പുസ്തകമാണ്. ഈ ഗ്രന്ഥത്തെയാണ് ബലതന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയായി ഇന്നും കണക്കാക്കുന്നത്. അതുപോലെ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തവും കാൽക്കുലസും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ഫൈനലി റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചു. ന്യൂട്ടൻ റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ് നിർമ്മിച്ചു എന്നുള്ളത് കൂടി ഓർക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യയെ കുറിച്ച് പഠിക്കാം. ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ. കഴിഞ്ഞ ദിവസം 2 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? നിശ്ചലമായിരുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ടെടുത്താൽ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പിന്നിലേക്ക് ആയുന്നു. കാരണം എന്താണ്? ഇനേഷ്യയാണ്. നിശ്ചലമായിരിക്കുന്ന ബസ്സിലിരിക്കുന്ന യാത്രക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് റെസ്റ്റിലിരിക്കാനുള്ള പ്രവണതയാണുള്ളത്. പെട്ടെന്ന് ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഇദ്ദേഹം പിന്നിലേക്ക് ആയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഇനേഷ്യ ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ മുന്നോട്ടായുന്നതിന് കാരണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ബോഡി ഒരു ചലനാവസ്ഥയിൽ തുടരാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത്. അപ്പോൾ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഈ ബോഡി ചലിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രവണത കാണിക്കുന്നത് കൊണ്ടാണ് ബോഡി മുന്നേക്ക് ആയുന്നത്. അപ്പോൾ 2 പോയിന്റ്സ് ആണ് പഠിക്കേണ്ടത്. ഇനേഷ്യ ഓഫ് റെസ്റ്റ് അഥവാ നിശ്ചല ജഡത്വവും അതുപോലെ ചലന ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷനും. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്നില്ല. ഇതാണ് നിശ്ചല ജഡത്വം. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതാണ് നിശ്ചല ജഡത്വം. നമ്മൾ ഒരു മാവിൻ്റെ കൊമ്പ് പിടിച്ച് കുലുക്കുകയാണ്. അപ്പം മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്ന് താഴേക്ക് വീഴുന്നു. നിശ്ചല ജഡത്വമാണ്. മാങ്ങയെ സംബന്ധിച്ച് മാങ്ങയ്ക്ക് റെസ്റ്റിലിരിക്കാനാണ് പ്രവണതയുള്ളത്. പക്ഷെ പെട്ടെന്ന് കൊമ്പ് കുലുക്കിയപ്പോൾ മാങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീണു. നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിളാണ്. ഇനി സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഇതാണ് ചലന ജഡത്വം. ഓടി വരുന്ന ഒരു അത്ലറ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഓട്ടം നിർത്തുമോ? ഇല്ല. കുറച്ചുകൂടി മുന്നിലേക്ക് പോയിട്ടാണ് അദ്ദേഹത്തിന് ആ ഓട്ടം അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. PYQ ആണ് ഈ ചോദ്യം. അപ്പോൾ അതെന്താണ്? ചലന ജഡത്വത്തിന് എക്സാമ്പിളാണ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫ് ചെയ്ത ഉടനെ നിൽക്കുമോ? ഇല്ല. അതും ചലന ജഡത്വത്തിന് എക്സാമ്പിളാണ്. ക്ലിയർ ആയല്ലോ ഇത്രയും പോയിന്റ്സ്?
ഒരു വസ്തുവിന് അതിൻ്റെ ചലനാവസ്ഥയിലോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയെ കോമൺ ആയിട്ട് നമ്മൾ എന്ത് പറയും? ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യ എന്നാണ് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ ജഡത്വം എന്ന് നമുക്ക് നിർവചിക്കാം. ഒരു വസ്തുവിന് അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ തുടരാനുള്ള പ്രവണതയെ ജഡത്വം എന്ന് പറയാം. രണ്ട് രീതിയിൽ നമുക്ക് ജഡത്വം ഡിഫൈൻ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനിയും കൂടുതൽ ജഡത്വവുമായി ബന്ധപ്പെട്ട് കുറേ എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരെണ്ണാണ് നിരപ്പായ തറയിൽ ഉരുട്ടിവിട്ട പന്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചലനജഡത്വത്തിന് എക്സാമ്പിളാണ്. കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യുന്നതിന് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? നിശ്ചല ജഡത്വമാണ്. ഈ പൊടിക്ക് റെസ്റ്റിലിരിക്കാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തൂക്കിയിട്ടിട്ട് വടി കൊണ്ട് അടിക്കുമ്പോൾ അങ്ങനെയാണ് പൊടി കളയുന്നത്. അപ്പോൾ അത് നിശ്ചല ജഡത്വത്തിന് എക്സാമ്പിളാണ്. കാർപ്പറ്റിലിരിക്കുന്ന പൊടിക്ക് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനാണ് പ്രവണതയുള്ളത്. ഓർത്ത് വയ്ക്കുക ആ ഒരു പോയിന്റ്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവാം. മാസും ജഡത്വവുമാണ്. മാസും ജഡത്വവും അല്ലെങ്കിൽ മാസും ഇനേഷ്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ആന കുത്താൻ വരുന്ന കാര്യങ്ങളൊക്കെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് മാസ് കൂടിയ ഒരാന നമ്മളെപ്പോലുള്ള ഒരാളെ ചേസ് ചെയ്യുകയാണ്. ഇത് നമ്മളാണ്. ഓക്കെ, നമ്മളെപ്പോലുള്ള ഒരാളെ ചേസ് ചെയ്യുന്നു. നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ആന കുത്താൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോളണം? 6 മോഷനിൽ ഓടിക്കൊള്ളണം. ആന ഇങ്ങനെ ഈ 6 മോഷനിൽ അതിൻ്റെ ബോഡിയൊക്കെ വളഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ എവിടെ എത്തും? നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ ആനയെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അതിൻ്റെ ബോഡി ഇങ്ങനെ വളച്ച് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്? ആനയെ സംബന്ധിച്ച് അതിൻ്റെ മാസ് കൂടുതലാണ്. ആണല്ലോ, മാസ് കൂടുതലാണ്. മാസ് കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? ജഡത്വവും അവിടെ കൂടുകയാണ്, ഇനേഷ്യയും അവിടെ കൂടുകയാണ്. എന്ന് വെച്ചാൽ ഒരു ഇനേബിലിറ്റി അവിടെ ഉണ്ടാവുകയാണ്. ഈ ആനയെ സംബന്ധിച്ച് അതിൻ്റെ ബോഡി ആ രീതിയിൽ വഴക്കി കൊണ്ടുവരാൻ അതിനൊരു കഴിവില്ലായ്മയുണ്ട്. കാരണം എന്താണ്? അതിന് മാസ് കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ ഈ വസ്തുവിന് സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം എന്ന് പറയുന്നത്. മാസ് കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? ജഡത്വവും കൂടുന്നുണ്ട് എന്നുള്ളതാണ് പോയിന്റ്. ഒരു വസ്തുവിന്റെ ജഡത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. മാസ് കൂടുമ്പോൾ അതിന്റെ ജഡത്വവും കൂടുന്നു. പോയിന്റ് ഓർത്ത് വെക്കുക. മാസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ജഡത്വം അല്ലെങ്കിൽ ഇനേഷ്യയും കൂടും എന്നുള്ളതാണ് പോയിന്റ്. ഓർത്ത് വെച്ചേക്കുക. ഇവിടെ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത അതേ പോയിന്റ്സ് തന്നെയാണ്, അതേ പ്രോബ്ലംസും അതേ പോയിന്റ്സും ആണ് ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്ത നമുക്ക് ആക്കം അല്ലെങ്കിൽ മൊമെന്റത്തെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ഒരു ലെസണിൽ നമുക്ക് SCERTയിൽ ആക്കം എന്നായിരുന്നു തന്നിരുന്നത് അല്ലേ? ഇതിൽ ആക്കം എന്ന വാക്കേ പറയുന്നില്ല, മൊമെന്റം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം ടേം ആക്കമാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളമാണ് തരുന്നതെങ്കിൽ അപ്പോൾ നമ്മളത് അറിയാതെ പോവരുത്. അപ്പോൾ എന്താണ് ആക്കം എന്നാണ് ആദ്യം നോക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷ ഗുണമാണ് ആക്കം അല്ലേ? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. മാസ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസും പ്രവേഗവും ഇതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലമാണ് മൊമെൻറ്റം. അല്ലെങ്കിൽ മൊമെൻറ്റത്തിനെ P എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ Pയെ ആശ്രയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വസ്തുവിൻ്റെ മാസും അതുപോലെ തന്നെ ആ വസ്തുവിൻ്റെ പ്രവേഗവും. P = mv എന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ V എന്ന് പറയുന്ന വെലോസിറ്റി അല്ലെ പ്രവേഗം എന്ന് പറയുന്ന ഒരു സദിശ അളവാണെന്ന് നമുക്കറിയാം അല്ലേ? ആ സദിശ അളവായിട്ടുള്ള പ്രവേഗത്തെ മാസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് മൊമെൻറ്റം അല്ലെങ്കിൽ ആക്കം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മൊമെൻറ്റവും എന്താണ്? ഒരു സദിശ അളവാണ്. പ്രവേഗത്തിൻ്റെ ദിശ തന്നെയാണ് ഈ മൊമെൻറ്റത്തിൻ്റെയും ദിശ. ക്ലിയർ ആയല്ലോ ഇത്രയും പറഞ്ഞ കാര്യം? ഇനി മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു മാസ് ഇൻറ്റു പ്രവേഗമാണ്. അപ്പോൾ മാസിൻ്റെ യൂണിറ്റും പ്രവേഗത്തിൻ്റെ യൂണിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. കിലോഗ്രാം. പ്രവേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് ആണ്. സോ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്നുള്ളതാണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്. ക്ലിയർ ആയല്ലോ? ഇവിടെയും പ്രോബ്ലംസ് വരുന്നുണ്ട്. ഈ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഓൾറെഡി നമ്മൾ ചെയ്ത കാര്യമാണ്. ഇത് ജസ്റ്റ് ഒരു റിവിഷൻ എന്ന രീതിയിൽ മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഓൾഡ് SCERTയിൽ ഈ സെയിം ചാപ്റ്റർ നമ്മൾ ചെയ്തത് കൊണ്ടാണ് പ്രോബ്ലംസിലേക്ക് പോകാത്തത് കേട്ടോ. പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ എക്സാം വോയേജിൻ്റെ ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലേക്ക് പോസ്റ്റ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാം. ക്ലിയർ അല്ലേ? ഇനി മൊമെൻറ്റത്തിൻ്റെ വ്യത്യാസ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന ടോപ്പിക്കാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒരെണ്ണം പറയാം, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ.
ഇവിടെ 20 kg മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 m/s ആയി മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റ വ്യത്യാസമാണ് കാണേണ്ടത്. മൊമെൻ്റ വ്യത്യാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ മൊമെൻ്റവും അന്ത്യ മൊമെൻ്റവും തമ്മിൽ മൈനസ് ചെയ്യണം. നമ്മൾ പ്രവേഗത്തിൻ്റെ കേസൊക്കെ പഠിച്ചവരാണ്, അപ്പോൾ എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ ആദ്യത്തെ മൊമെൻ്റത്തെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞു P = mv എന്നുള്ളതാണ് ഇക്വേഷൻ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ v തന്നെ രണ്ടായിട്ടുണ്ടല്ലോ, ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും ഉണ്ട്. ആദ്യ പ്രവേഗത്തെ നമ്മൾ u എന്ന അക്ഷരം കൊണ്ടും അന്ത്യപ്രവേഗത്തെ v എന്ന അക്ഷരം കൊണ്ടുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. P = mv എന്നതിന് പകരം നമുക്ക് P = mu എന്ന ആദ്യത്തെ കേസിലെടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിലാണെങ്കിലും രണ്ടാമത്തെ കേസിലാണെങ്കിലും മാസ് 20 kg തന്നെയാണ്. അപ്പോൾ ഇവിടെ 20 × u എത്രയാണ് തന്നിരിക്കുന്നത്? നിശ്ചലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റം എന്ന് പറയുന്നത് 0 ആണ്. അടുത്തത് അന്ത്യ മൊമെൻ്റം. അന്ത്യ മൊമെൻ്റം എന്ന് പറയുമ്പോൾ P = mv എന്ന ഇക്വേഷൻ അല്ലേ യൂസ് ചെയ്യേണ്ടത്? mv. അപ്പോൾ ഇവിടെ v എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? മാസ് 20 തന്നെയാണ്. v എന്ന് പറയുന്നത് എത്രയായിട്ടാണ് തന്നിട്ടുള്ളത്? 30 അല്ലേ? 30 m/s ആണ് 30. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ആൻസർ 600 kg/m/s. മൊമെൻ്റത്തിൻ്റെ യൂണിറ്റ് എന്താണ്? kg/m/s എന്നാണ്. ഇനി മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അന്ത്യ മൊമെൻ്റവും ആദ്യ മൊമെൻ്റവും തമ്മിൽ മൈനസ് ചെയ്യണം. 600 - 0 അല്ലേ? അപ്പോൾ എത്ര വരും ആൻസർ? 600 kg/m/s എന്നുള്ളതാണ് കിട്ടുക. ഇനി ഈ വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ മൊമെൻ്റ വ്യത്യാസം അഥവാ മൊമെൻ്റ വ്യത്യാസ നിരക്ക് എത്രയാണ്? നിരക്ക് എന്ന് ചോദിച്ചാൽ നമ്മൾ ടൈം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ മൊമെൻ്റ വ്യത്യാസം നമ്മൾ കണ്ടു 600 kg/m/s ആണെന്നുള്ളത് നമുക്ക് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് കാണാൻ? മൊമെൻ്റ വ്യത്യാസ നിരക്ക്. നിരക്ക് എന്ന് പറഞ്ഞാൽ സമയം വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സമയം നമുക്കറിയാം എന്താണ്? 5 സെക്കൻഡ് ആണെന്ന്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്നു, ഇവിടെ കിലോഗ്രാം ആണ്, ഇവിടെ സെക്കൻഡ് ആണ്. അപ്പോൾ പ്രശ്നമാണോ? അല്ല. എന്താണ്? യൂണിറ്റിൽ kg/m/s എന്നാണ് അല്ലേ? ഇനി നോക്കിയോ, അപ്പോൾ 600 kg/m/s 5 സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 120 kg/m/s². അപ്പോൾ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണുമ്പോൾ അതിൻ്റെ യൂണിറ്റ് kg/m/s² എന്നാണ്. കാരണം എന്താ? അടിയത്തെ ഈ ഒരു സെക്കൻഡും കൂടി മേലോട്ട് പോവല്ലേ, അപ്പോൾ സെക്കൻഡ്² ആയി. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇനി ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം. നമ്മൾ പറഞ്ഞു ന്യൂട്ടൻ്റെ ഒന്നാമത്തെ ചലന നിയമത്തിൽ ഫോഴ്സ് എന്താണെന്ന് പറയുന്നുണ്ട്, ജഡത്വം എന്താണെന്ന് പറയുന്നുണ്ടെന്ന്. എന്നാൽ ഈ ബലത്തിനെ എങ്ങനെ അളക്കാം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂട്ടൻ്റെ രണ്ടാമത്തെ ചലന നിയമം ഉപയോഗിച്ചിട്ടാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ നിയമത്തിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു വസ്തുവിനുണ്ടാകുന്ന മൊമെൻ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാവുന്ന മൊമെൻ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. മൊമെൻ്റ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. ഓർത്ത് വെച്ചോളൂ ഈ പോയിന്റ്സ്. മൊമെൻ്റ വ്യത്യാസം ഉണ്ടാകുന്നത് പരിണിത ബലത്തിൻ്റെ ദിശയിലായിരിക്കും. ഒരു വസ്തുവിനുണ്ടാവുന്ന മൊമെൻ്റ വ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. നോക്കാം ഇതെങ്ങനെ ഗണിത രീതിയിൽ എഴുതാമെന്ന് നോക്കാം. m മാസുള്ള ഒരു വസ്തു u എന്ന പ്രവേഗത്തോടെ ചലിക്കുന്നു എന്ന് കരുതുക. t സമയത്തേക്ക് f ബലമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് v ആയിട്ട് മാറുന്നു. ഓക്കെ, ആദ്യത്തെ പ്രവേഗം u ആയിരുന്നു. ഈ f എന്ന് പറയുന്ന ബലം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രവേഗം v ആയിട്ട് മാറി. അപ്പോൾ അതിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? വസ്തുവിൻ്റെ ആദ്യത്തെ പ്രവേഗം u ആണ്. അന്ത്യപ്രവേഗം നമ്മൾ പറഞ്ഞു എന്ത്? v ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഓക്കെ, അന്ത്യപ്രവേഗം v. ആദ്യത്തെ മൊമെൻ്റം mu ആണ്. അന്ത്യ മൊമെൻ്റം കാണാൻ വേണ്ടിയിട്ട് mv എന്നും നമുക്ക് എടുക്കാം. അപ്പോൾ മൊമെൻ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? mv - mu എന്നാണ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എമ്മിനെ കോമൺ ആയി പുറത്തോട്ട് എടുത്തിട്ട് v - u എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇനി മൊമെൻ്റ വ്യത്യാസം നിരക്ക് കാണാൻ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? ഇതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ കാണാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. എന്താണ്? a =
വി മൈനസ് യു ബൈ ടി ആണല്ലോ. അപ്പോൾ എ ആണ് ഈ വി മൈനസ് യു ബൈ ടി. അത് തന്നെയല്ലേ ഇവിടെയും തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നെഴുതാം. എഫ് ഇസ് ഈക്വൽ ടു എം എ. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം അനുസരിച്ച് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? എന്തിന് പ്രൊപ്പോർഷനിലാണെന്നാണ് പറഞ്ഞത്? ഒരു വസ്തുവിനുണ്ടാവുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിച്ചിരിക്കുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് എഫ് പ്രൊപ്പോർഷണൽ ടു എം എ എന്ന് പറയുന്നത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കെ എന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെ ഒരു സ്ഥിരസംഖ്യയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നെഴുതാം. ഇതാണ് ബലം കണക്കാക്കാനുള്ള സമവാക്യം. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ആദ്യത്തെ പ്രോബ്ലം ചെയ്യാം. ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്തതാണ്. നിങ്ങളപ്പോൾ ആ ക്ലാസ് കണ്ടിട്ട്, അതായത് ഓൾഡ് SCERTയുടെ ക്ലാസ് കണ്ടിട്ട് പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഡൗട്ട് എന്നിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. m/s² ത്വരണം. അപ്പോൾ എ ഇവിടെ ഉണ്ട്. ചലിക്കുന്നു എങ്കിൽ ആ വസ്തുവിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബലം കണക്കാക്കുക. എന്താണ് ചെയ്യേണ്ടത്? എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുക? 12 × 4 എത്ര വരും ആൻസർ? 48 ആണ്. 48 ന്യൂട്ടൺ. 48 ന്യൂട്ടൺ എന്നുള്ളതാണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്ത പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യുക. ഇനി ആവേഗ ബലവും ബലത്തിൻ്റെ ആവേഗവും, അതായത് ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസ് ഓഫ് ഫോഴ്സും ആണ് പഠിക്കുന്നത്. 2 എക്സാമ്പിൾസ് തന്നിരിക്കുന്നു. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ച് തെറിപ്പിക്കുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ പന്ത് കാലുകൊണ്ട് അടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം വലിയ ബലം ചെറിയ സമയത്തേക്കാണ് പ്രയോഗിക്കുന്നത്. ഇത്തരം ബലത്തെയാണ് ആവേഗ ബലം എന്ന് പറയുന്നത്. ചെറിയ സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗ ബലം. ചെറിയ സമയത്തേക്ക് പ്രവർത്തിക്കുന്ന ചെറിയ സമയത്തേക്ക് നമ്മൾ പ്രയോഗിക്കുന്ന വലിയ ബലത്തെയാണ് ആവേഗ ബലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ്. ഇത് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ്. എന്താണ്? ആവേഗം എന്ന് പറയുന്നത് ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ്. ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി. ഐ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്നുള്ളതാണ് ആവേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഓക്കെ, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസിൻ്റെ യൂണിറ്റ് നമുക്ക് എന്തെന്ന് എഴുതാം? ന്യൂട്ടൺ സെക്കൻഡ് എന്ന് എഴുതാം. ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. അപ്പോൾ ആവേഗം കാണാൻ പറഞ്ഞാൽ എന്തുണ്ടാലും മതി. മൊമെൻ്റ വ്യത്യാസം കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മൊമെൻ്റ വ്യത്യാസം കണ്ടാൽ മതി. എങ്ങനെയാണ് മൊമെൻ്റ വ്യത്യാസം കാണുന്നത്? MV - MU ചെയ്താൽ മതി. ഓക്കെ, MV - MU ചെയ്താൽ മതി. അത് തന്നെയാണ് ഈ ആവേഗം എന്ന് പറയുന്നത്. ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. അതാണ് ആവേഗ മൊമെൻ്റ തത്വം. ആവേഗ മൊമെൻ്റ തത്വം എന്ന് പറയുന്നത് എന്താണ്? ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഇതിനെയാണ് ആവേഗ മൊമെൻ്റ തത്വം എന്ന് പറയുന്നത്. ഇമ്പൾസ് മൊമെൻ്റം പ്രിൻസിപ്പിൾ. ഈ ഒരു പോയിൻ്റാണ് ഓൾഡ് SCERTയിൽ ഇല്ലാത്തതും ഇതിലുള്ളതുമായിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും. ഓർത്ത് വയ്ക്കണം. ഇതാണ് ആവേഗ മൊമെൻ്റ തത്വം, അല്ലെങ്കിൽ ഇമ്പൾസ് മൊമെൻ്റം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി 1-2 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അതായത് 200 ഗ്രാം മാസുള്ള ഒരു പന്ത് 30 m/s പ്രവേഗത്തിൽ ചലിക്കുന്നു. എന്നിട്ട് ടൈം മാറ്റി തന്നിരിക്കുകയാണ്. ഈ ടൈം ഇങ്ങനെ മാറുമ്പോൾ എന്ത് ഒബ്സർവേഷനിലാണ് നിങ്ങൾ എത്തുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് പറയാനുള്ള പോയിന്റ് ഇതാണ്. അതായത് ഫോഴ്സും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. എന്ന് വെച്ചാൽ ടൈം കൂടുതൽ എടുത്തിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ സഡൻ ബ്രേക്ക് കൊടുക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ അവിടെ പെട്ടെന്നാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക അല്ലേ? കൂടുതൽ ഫോഴ്സിൽ കുറഞ്ഞ സമയത്തിലാണ് നമ്മൾ ആ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് സഡൻ ബ്രേക്കിന്. ഇനി അതല്ല, ചെറിയ രീതിയിൽ നമുക്കൊരു ബ്രേക്ക് കൊടുക്കേണ്ടി വന്നു. ഓക്കെ, ഒരു സിഗ്നലിലേക്ക് നമ്മൾ എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യം, നമ്മൾ സിഗ്നലിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ബ്രേക്ക് കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ്? കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് ചെറിയൊരു ഫോഴ്സാണ് നമ്മൾ ആ ഒരു കേസിൽ അപ്ലൈ ചെയ്തത്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സഡൻ ബ്രേക്ക് കൊടുക്കുമ്പോഴും അല്ലാതെ നോർമൽ ബ്രേക്ക് കൊടുക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സഡൻ ബ്രേക്ക് ആണെങ്കിൽ ഫോഴ്സ് കൂടുതൽ കൊടുക്കും, ലിമിറ്റഡ് ടൈമിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കും. പക്ഷേ സാധാരണ ഒരു ബ്രേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ സമയം കൂടുതൽ എടുത്ത് ചെറിയൊരു ഫോഴ്സാണ് കൊടുക്കുന്നത്. അതായത് എഫും
ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് പറയുന്നത്. ഫോഴ്സും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാച്ചർ, ആ ക്യാച്ചറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ബോൾ ക്യാച്ച് ചെയ്യാണ്. ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പതുക്കെ പുറകിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എന്താണ് അവിടെ? സമയം കൂടുതൽ എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു ബോൾ ക്യാച്ച് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സമയം കൂടുതൽ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് കുറയാണ്. ഓക്കെ, സമയം കൂടുകയും ഫോഴ്സ് കുറയുകയും ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്ക് വരുന്ന ആ ഒരു ആഘാതം കുറയുമെന്നുള്ളതാണ്. അപ്പോൾ ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞ കാര്യം? ഇനി അതുപോലുള്ള എക്സാമ്പിൾസ് ആണ്. ഫുട്ബോൾ കളിയിൽ ഗോൾ മുഖത്ത് വരുന്ന പന്ത് ഗോളി പിടിക്കുമ്പോൾ പന്തിനൊപ്പം കൈകൾ പുറകോട്ട് ചലിപ്പിക്കുന്നു. പോൾ വാൾട്ട് പിറ്റിൽ ഫോം ബെഡ് ഇടുന്നു. ഗ്ലാസ് പാത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന പാക്കറ്റുകളിൽ സ്പോഞ്ച് അല്ലെങ്കിൽ വൈക്കോൽ നിറയ്ക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി രണ്ടാം ചലന നിയമം പരിഗണിക്കുമ്പോൾ ബലം പ്രയോഗിക്കാത്ത ഒരവസരത്തെ പറ്റി ചിന്തിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത്. നോക്കിയേ, F = ma എന്നാണ് നമുക്ക് അറിയുന്ന ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഫോഴ്സ് 0 ആണെന്ന് വിചാരിച്ചോ. ഫോഴ്സ് 0 ആണെങ്കിൽ എന്താണ്? അവിടെ ആക്സിലറേഷനും 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ബലം പ്രയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വസ്തുവിന് എന്തില്ല? ത്വരണം ഉണ്ടാകുന്നില്ല എന്നാണ്. ത്വരണം ഉണ്ടാകാത്ത അവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നേർരേഖാപാതയിൽ തുടരുകയോ ചലനമില്ലാത്ത വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരുകയോ ചെയ്യും. ക്ലിയർ ആയോ? ബലം പ്രയോഗിക്കുന്നില്ല. നോക്കിയോ, F = ma എന്ന ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷനിൽ F 0 ആണ്. നമ്മൾ ബലം പ്രയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ F ഇവിടെ എന്താണ്? 0 ആണ്. F 0 ആകുമ്പം എങ്ങനെയായാലും ആക്സിലറേഷൻ എന്തായി? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബലം പ്രയോഗിക്കാത്ത അവസരത്തിൽ വസ്തുവിന് ത്വരണം ഉണ്ടാകുന്നില്ല. ത്വരണം ഉണ്ടാകാത്ത അവസ്ഥയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നേർരേഖാപാതയിൽ തുടരുകയോ, ഇനി അതല്ല ചലിക്കാതിരിക്കുന്ന വസ്തുവാണെങ്കിൽ അത് നിശ്ചലാവസ്ഥയിൽ തുടരുകയോ ചെയ്യും. ഇത് ഒന്നാം ചലന നിയമമാണ്. മനസ്സിലായോ? ഇതിൽ നിന്നും രണ്ടാം ചലന നിയമം ഒന്നാം ചലന നിയമവുമായി ഒത്തുപോകുന്നതായല്ലേ മനസ്സിലാകുന്നത്. അതായത് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് ബലത്തെക്കുറിച്ചൊരു എക്സ്പ്ലനേഷനാണ് നമുക്ക് തരുന്നത്. എന്നാൽ അത് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് രണ്ടാമത്തെ ചലന നിയമത്തിലാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് ഈ പറഞ്ഞത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇങ്ങനെയും നമുക്ക് പറയാം, ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിബലം ഉണ്ടായിരിക്കും എന്നും പറയാം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഈ ഒരു ബുക്കിലാണ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കണ്ടിട്ടുള്ളത്. ഏതൊരു ബലത്തിനും തുല്യവും വിപരീതവുമായ പ്രതിബലം എന്നാണ്. ഇപ്പോൾ ഗൈഡുകളിലൊക്കെ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിലോ ഒക്കെ നോക്കിയാലും നമുക്ക് കാണുന്നത് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം എന്നാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ബലം എന്നും പ്രതിബലം എന്നുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ബലം എന്താണ്, പ്രതിബലം എന്താണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തന്നെയാണ് ഈ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബലമെന്നും അല്ലെ പ്രതിബലമെന്നും പറയുന്നത്. ഈ സംഭവം തന്നെയാണ്, പ്രവർത്തനവും പ്രതിപ്രവർത്തനവുമാണ്. അപ്പോൾ ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിലാണ് അനുഭവപ്പെടുന്നത്. രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നതിനെ ബലമായിട്ടും രണ്ടാമത്തെ വസ്തുവിൽ എതിർദിശയിൽ ഉളവാക്കുന്ന ബലത്തെ പ്രതിബലമായിട്ടും പരിഗണിക്കാം. ഇവ ജോഡികളായി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. ഓർത്തു വയ്ക്കുക, ഇവ ജോഡികളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബലമുണ്ടെങ്കിൽ പ്രതിബലവും ഉണ്ടായിരിക്കും. അപ്പം ബലവും പ്രതിബലവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇവ തമ്മിൽ തീരെ സമയവ്യത്യാസമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബലത്തിൻ്റെ ഫലമായിട്ടാണ് പ്രതിബലം ഉളവാകുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം എന്താണ് പ്രവർത്തനമായിട്ടും അതിന് വിപരീതമായിട്ട് വരുന്ന കാര്യത്തെ നമ്മൾ പ്രതിപ്രവർത്തനമായിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്
രണ്ട് വസ്തുക്കളിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്നത് ബലമായിട്ടും മറ്റേ വസ്തുവിൽ അനുഭവപ്പെടുന്നത് പ്രതിബലമായിട്ടും ആ രണ്ടാമത്തെ വസ്തുവിൽ എതിർ ദിശയിലാണ് ഈ പ്രതിബലം ഉളവാകുന്നത്. ക്ലിയർ ആയോ? ഇവ ജോഡിയായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളൂ. ബലമുണ്ടെങ്കിൽ എന്തും ഉണ്ടായിരിക്കും, അവിടെ പ്രതിബലവും ഉണ്ടായിരിക്കും. ഇത്രയേ ഉള്ളൂ ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലന നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ബലം ജോഡികളായി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് F12 എന്ന് പറഞ്ഞാൽ എന്താണ്? F12 എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തു രണ്ടാമത്തെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ്. ഓക്കെ, F21 എന്ന് പറയുന്നതോ രണ്ടാമത്തെ വസ്തു ഒന്നാമത്തെ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലവുമാണ്. അങ്ങനെ വരുമ്പോൾ ന്യൂട്ടന്റെ ചലന നിയമപ്രകാരം F12 - F21 എന്ന് പറയാം. ഈ മൈനസ് വരുന്നത് എന്താണ്? അതിൻ്റെ ചലനദിശയെയാണ് കാണിക്കുന്നത്. രണ്ട് ചലനദിശയെയാണ് കാണിക്കുന്നത് എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനത്തെയും പ്രതിപ്രവർത്തനത്തെയും ബലവും പ്രതിബലവും എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് മറ്റൊരു പോയിന്റ് ഞാനിവിടെ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളോട്, ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ആവേഗ മൊമെൻ്റ തത്വമാണ് കേട്ടോ. ആവേഗ മൊമെൻ്റ തത്വമാണ് ഈ ഒരു SCERT പുതിയതായി വന്നിട്ടുള്ള ഒരു പോയിന്റ്. പഴയ SCERT നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലില്ലാത്തൊരു പോയിന്റ് ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബലത്തിൻ്റെ ആവേഗവും അതുണ്ടാക്കുന്ന മൊമെൻ്റ വ്യത്യാസവും തുല്യമായിരിക്കും എന്നുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ആക്ക സംരക്ഷണ നിയമത്തെക്കുറിച്ചൊന്നും ഈ ചാപ്റ്ററിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ പോയിന്റിലാണ് അല്ലെ ഒരേ പേരിലാണ് രണ്ട് ചാപ്റ്റേഴ്സ് എങ്കിലും നമുക്ക് എന്താണ് അവിടെ പറയാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും, ഇവിടെ പറയാത്ത കുറേ കാര്യങ്ങൾ പഴയ ചാപ്റ്ററിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓടിച്ചിട്ടാണെങ്കിൽ നമ്മൾ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എവിടേക്കാണ് അഡീഷണൽ പോയിന്റ്സ് വരുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെസൺ എടുത്തത്. അതുകൊണ്ടാണ് പ്രോബ്ലംസ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത്. ഓക്കെ, സെയിം പ്രോബ്ലം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, വാല്യൂസ് മാത്രമേ മാറുന്നുള്ളൂ. പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് അറിയാലോ എക്സാം വോയേജിന് ഒരു ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ആ ചാറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഡൗട്ട് ഫോട്ടോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ചോദിച്ചാൽ മതി. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളുള്ളൂ. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക കേട്ടോ. എക്സാം വോയേജ് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ ഒന്ന് പോയി നോക്കിക്കോളൂ, അവിടെ ഒരു ലിങ്ക് ഉണ്ട്, അതുവഴി വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ള കാര്യം പറയുക. ASMന്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞവരെല്ലാം ഇനി അങ്ങോട്ട് SCERT കറക്റ്റായിട്ട് ഫോളോ ചെയ്തേക്കുക. ടെലഗ്രാം ചാനലിൽ നമുക്ക് റിവിഷൻ വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെക്കൻഡ് ഫേസുകാരുടെ എക്സാമും കൂടി കഴിഞ്ഞോട്ടെ, അപ്പോൾ നമുക്ക് റിവിഷനും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാനൽ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്നൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്, ഹൈപ്പും കൂടി ചെയ്ത് വെച്ചേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ഒക്കെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക് യു ഓൾ.